ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ സെക്കൻഡ് പാർട്ടിലേക്ക് വന്നൊക്കെയാണ്. സീനായിരുന്നു ഗൈസ്. ഞാൻ ആ കേവ് എക്സ്പ്ലോർ ചെയ്തപ്പോൾ മോനെ ചെറിയൊരു ബെഡ്റോക്കിൻ്റെ ഒരു ഹോൾ അങ്ങോട്ട് കണ്ടു. അപ്പം ഞാൻ കുഴിച്ചിട്ട് അങ്ങോട്ട് പോയി. എൻ്റെ പൊന്നെ, അതാണ് പ്രശ്നമായെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അങ്ങോട്ട് കുഴിച്ച് പോകും മോനെ, ഫുള്ള് ഓഫ്. വലിയൊരു ഡീപ്പ് സ്ലേറ്റിൻ്റെ കേവ്. എന്ത് ചെയ്യാൻ? ഇതൊക്കെ എന്താണ്? ഇതെന്താ വായിക്കുക? എനിക്കറിഞ്ഞൂടാ. സർവൈവാണ്. കണ്ടൈസ് ഞാൻ പറയാൻ പറ്റില്ല. നമുക്ക് എന്തൊക്കെ കിട്ടി നോക്കി. മൈനിങ് നടത്താന്ന് വിചാരിച്ചാൽ എത്ര പിക്കാക്സ് ഉണ്ടാക്കി ഇറങ്ങിയതാ. 12 ഡയമണ്ട്, 36, 64 റെഡ് ലാപ്പൂസ് എല്ലാം കിട്ടി. അവിടെ സ്പോൺ പ്രൂഫ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ചാവുന്നു. എന്താടാ അത്ര ഡാമേജ് അടിച്ചേക്ക്? നോർമലല്ലേ കളിക്കണേ? എന്നിട്ട് എന്തൊക്കെയാ അത്ര ഡാമേജ് അടിച്ചേ? ഇതിന് കയറി എത്രങ്ങിയ വർഷം 3 സോംബിയൊക്കെ ഇത് സിമ്പിളായിട്ട് ഇങ്ങനെ കയറി വരിക. അയ്യോ ചത്തേനെ. വാട്ടർ ബക്കറ്റിങ് കയ്യെ പിടിച്ച് നടക്കാൻ കഴിയും, അതാ നല്ലത്. അപ്പോൾ വീഴ ക്ലച്ച് ചെയ്യുക. അവിടെ ക്രീപ്പറിൻ്റെ സമ്മേളനം ഉണ്ടാ കൈസ്. അവിടെ നേരെ കാണുന്നോർത്ത് 3, 4, 5 ക്രീപ്പറാ. ഡാർക്ക് തന്നെ. 5 ലേശം ഞാൻ ചെറുതായിട്ടൊന്ന് തള്ളിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ. ഇതിപ്പോൾ ഹാപ്പി ആയിട്ടില്ല. എപ്പോഴും നമുക്ക് ഫുൾ സെറ്റ് ആർമർ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് ഒരു എൻജാൻറ്റിക് ടേബിൾ ഉണ്ടാക്കിയിട്ടേ ഒരു അയൺ പിക്കാക്സ് എടുക്കുക. എന്നിട്ട് അതിൽ ഫോർച്യൂൺ 3 ഇടാം. അപ്പോൾ നമുക്ക് ബെസ്റ്റ് ആവും. അതാവും നല്ലത് എനിക്ക് തോന്നുന്നു. ലാപ്പസും ഉണ്ട് ഇപ്പോൾ കയ്യിൽ. ഓടി തളർന്നു. എനിക്ക് ഈ ആടുകളുടെ ആവശ്യമുണ്ട്. ഹൊയ് എനിക്ക് ഫുഡ് വേണം ബ്രോ. പൊട്ടാറ്റോ സോറി വീറ്റൊന്നും ആവണില്ല കേട്ടാ. ആയിക്കോ. അയ്യോ അതിന് ഒബ്സിഡിയൻ വേണ്ടേ? എൻചാന്റിംഗ് ടേബിൾ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ കയ്യിലുള്ള വുഡും കൂടെ എടുത്തിട്ട് അത് സ്റ്റിക്കാക്കണം. ഫസ്റ്റ് തന്നെ ഒരു പിക്കാക്സ് ഉണ്ടാക്കി നോക്കി. അതിലൊരു കൺഫ്യൂഷനും വേണ്ട ആർക്കും. ഫസ്റ്റ് ഒരു പിസ്കാക്സ് നോക്കട്ടെ. പിക്കാക്സ് ഒരു ബ്ലോക്ക് ഓഫ് ഡയമണ്ടൊക്കെ ഉണ്ട്. എൻ്റെ എളിയ ഇതൊക്കെയും എനിക്ക് ഉണ്ടാക്കണം എന്ന് ആഗ്രഹമില്ല. ഒരൊറ്റ സാധനം ഉണ്ടാക്കിയാൽ മതി. അത് മതി. ഞാൻ ആലോചിക്കുക 6 ഉള്ളൂ ബാക്കി. 9 ഇതുകൊണ്ട് സൂക്ഷിച്ച് വയ്ക്കാം. അങ്ങനെ റെഡ് സ്റ്റോൺ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിക്കാക്സ് സ്ഥലം കഴിഞ്ഞല്ലേ. ഇതൊക്കെ കൂടി അങ്ങോട്ട് അല്ല കഴിച്ച് വെറുതെ ഇങ്ങനെ വെച്ചിട്ട് ഓപ്പായിട്ടുള്ള സാധനമൊക്കെ ആവശ്യം കൂടുതൽ വരുന്ന സാധനമൊക്കെ എടുത്ത് ഇപ്പുറത്തെ പെട്ടിയിൽ വയ്ക്കുക. കല്ല് പിന്നീട് ആവശ്യം വരും. പിക്കാക്സൊക്കെ സെറ്റ്. ഒബ്സിഡിയൻ വേണമായിരുന്നു ഇത് ഉണ്ടാക്കാനായിട്ട്. ഓക്കെ, അപ്പം എന്തായാലും സെറ്റാണ്. ഇത് ചവറിനുള്ള പെട്ടി. പെട്ടിയിൽ ഇത് വെച്ചിട്ട് ഞാൻ എടുത്ത് വെച്ചോളൂ. ഇത് വീണ്ടും ചവറ് പെട്ടിയിൽ ഒരു ക്ലച്ച് ചെയ്തിട്ട് പോലെ കഴിച്ച്. അത് പിന്നെ പറയാതിരിക്കായിരുന്നു. ഞാനത് സ്പോൺ പ്രൂഫ് ചെയ്യാന്ന് വിചാരിച്ചു പോയതാ മോനെ. സ്പോൺ പ്രൂഫ് ചെയ്യാൻ എന്നെ ഒരു മൂടിച്ചു വിട്ടു. ചത്തില്ല മോനെ. ഇവിടെ ക്ലച്ച് ബ്രോ. നീ എൻ്റെ വീട്ടിൽ കയറും. അപ്പോൾ വീട്ടിൽ കയറിയാൽ ഞാനൊന്നും നോക്കില്ലേ, നിന്നെ കൂട്ടാൻ വയ്ക്കും. ഒരു സ്മോക്കർ ഉണ്ടാക്കായിരുന്നു. ഇവിടെ ഒരു സ്മോക്കറാക്കാം. അതൊക്കെ പൊട്ടിച്ചോളാം. ഞാൻ ഒരു സ്മോക്കർ ഇട്ട കൈസ്. ഒരു ചോദ്യം വേണ്ട, എന്നാലും മരം ചെന്ന് വെട്ട്.
അത്ര വേണ്ട സ്മോക്കർ ഉണ്ടാക്കാനായിട്ട്. 1 2 3 4 4 മരം. എൻ്റെ മരം മുറിഞ്ഞിരുന്നോട്ടെ. ശമലം വരും. ഞാൻ ചാവൂടെ പുറത്തേക്ക് കയറുന്ന എനിക്ക് തോന്നുന്നു. ഇല്ലടേ കേറത്തില്ല. പിന്നെ നമുക്ക് ഗോൾഡ് എടുക്കുന്നത് നല്ലതാട്ടോ. ഗോൾഡൻ ക്യാരറ്റാ, ഗോൾഡൻ ആപ്പിൾ അവരൊന്നും ഉണ്ടാക്കാനായിട്ട്. ഇതൊക്കെ ഭയങ്കര സ്ലോ ആണല്ലോ. ഇതിനൊക്കെ എന്ത് ഗുണം? സുധിയുടെ ഒക്കെ ഹെൽത്ത് കാരണമാണ് നിങ്ങൾ. സുധിയുടെയും മറ്റവരുടെയൊക്കെ അവരെന്തെങ്കിലും എടുത്ത് കഴിക്കുമ്പോഴേക്കും ബൂം. ജാവഡിഷിൻ്റെ ഒന്നുമുണ്ട് ആ പ്രത്യേകത. ഇപ്പോൾ കുറേ സാധനം വന്നല്ലോ ഇവിടെ. സ്മോക്കർ കൊടുന്ന് വെച്ചു. ഇതിടുക എനിക്ക് പെട്ടെന്ന് കയറണേന്. ഞാൻ അതുകൊണ്ട് ആ പെട്ടിയിലിട്ട് വരുമ്പോഴേക്കും ഇത് കയറും. അത്രയ്ക്ക് അങ്ങോട്ട് തള്ളി വിടണ്ട. നോക്കാം 12 ഞാൻ 13 വെച്ചു. ഇപ്പോൾ 12 ആക്കി. കറക്റ്റ് ഉണ്ട്. 12 ആക്കിയിട്ട് പറഞ്ഞില്ലേ 12 ബാക്കിയുണ്ട്. കാർമറൊന്നും ഇടാണ്ട് വല്ല സ്പോണർ ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ തയ്യണും ടൈമും ഭയങ്കര എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് സ്മെൽറ്റ് ചെയ്യാം. സാപ്ലിങ് ഉണ്ടല്ലോ അല്ലേ, സാപ്ലിങ് ഒക്കെ സ്മെൽറ്റ് ചെയ്യാൻ പറ്റൂടേ. അല്ല പിന്നെ എൻ്റെ ഒരു കണ്ടുപിടുത്തങ്ങളെ ഇറങ്ങടങ്ങടി കിടന്നു പോയിട്ട് ഉറങ്ങുക, എണീക്കുക, പോവുക, സാപ്ലിങ് പറിക്കുക. അത്ര ശരിയാക്കി കൊടുക്കുന്നുണ്ട്. അത് പെട്ടെന്ന് തീയിറങ്ങണ്ടേ. ഈ കൈ കൊണ്ട് പറിക്കാനാണ് ഇഷ്ടം. അത് ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴേക്ക് ആകെ 2 ആയിട്ടുണ്ടാവുള്ളൂ. അതൊക്കെ വളർന്ന ഐശ്വര്യ അല്ലേ ഇത്. എനിക്ക് വല്ല സാപ്പിങ് തരുമോ? ഒറ്റത്തടിയാക്കി വെച്ചേക്കാം അതിൽ. സാപ്ലിങ്ങിൻ്റെ മഴ. ഒരു മരത്തിൽ നിന്ന് എത്ര സാപ്ലിങ് കിട്ടും? ഈ സാപ്ലിങ് പൊട്ടിച്ചിട്ട് നിങ്ങളെ വിളിക്കാം. അങ്ങനെ കഴിച്ച ആ മരത്തിന് ഞാൻ ഒറ്റത്തടിയാക്കി വിട്ടിട്ടുണ്ട്. അല്ല പിന്നെ ഞാൻ അരമോൻ ഇതിപ്പോൾ കത്തിക്കഴിഞ്ഞുണ്ടാകും നമ്മൾ. അവിടെ 5 ആയി. 5 3 സോ ഫാസ്റ്റ്. ഞാനിവിടെ നിൽക്കണ 2 3 നിൽക്കണ മരത്തിൻ്റെ ഒക്കെ അത് പൊട്ടിച്ചിട്ട് നിങ്ങളെ വിളിക്കാം കൈസ്. അല്ലേ അതാണ് നല്ലത്, അല്ലെങ്കിൽ ബോറിങ് ആവും. അല്ലേ കൈസ് നല്ലത്? ഓക്കെ കൈസ് അങ്ങനെ ഞാൻ അവിടെ നിന്നൊരു മരത്തിരിയും കൂടി ചെയ്തു. അപ്പോൾ നമുക്ക് വേറെ 5 കിട്ടിയുള്ളൂ കൈസ്. ഇത് കഷ്ടമാണ് കൈസ്. അത് എന്തുണ്ടാക്കണം കൈസ്? എന്തുണ്ടാക്കും ഞാൻ അതിൻ്റെ അങ്ങോട്ട് തീരെ അത്ര വേണ്ട എനിക്ക്. ഓക്കെ, ഒരു അയൺ കൂടി കിട്ടും. കൂടിപ്പോയി നമുക്കിതിൽ എത്ര സാപ്ലിങ് ഉണ്ട് അത്ര അയൺ കിട്ടും കൈസ്. എക്സ്പി എൻ്റെ മോന് 12 ആയി. എന്തിത് സീനുണ്ട്? അയ്യന് വലിയ സീനൊന്നും ഇല്ല. അപ്പുറത്തെ ചവറ് വെട്ടിയിൽ വെച്ചേക്കാം. ഏകദേശം എല്ലാം സെറ്റാണല്ലേ. നമ്മൾ ആ കേവിന് ഒന്നും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകണേ. നമുക്ക് ഒബ്സിഡിയനാണ് വേണ്ടതല്ലേ. വെയിറ്റ് ഗൈസ്, ഞാൻ ചെന്ന് ഒബ്സിഡിയൻ അവിടെ നിന്ന് കേവ് നിർത്തിട്ട് വരാം. അതാവും നല്ലത്. ഞാൻ ചാവണം കാണാണ്ട് വരുന്നു. വെയിറ്റ് ആൻഡ് സീ. ഞാൻ പോയിട്ട് ദമ്ന്ന് വരാം. ശേഷം അങ്ങനെ നീണ്ട നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞാൻ 1-2 പ്രാവശ്യം ചത്തു. കണ്ട 6 ആയി. അങ്ങനെ ഗൈസ് നമ്മൾ 4 ഒബ്സിഡിയൻ എത്തിച്ചിരിക്കുന്നു. ഇനി ബുക്ക് ഞാൻ ഇവിടെ നിന്ന് ഒപ്പിക്കേണ്ട. തേങ്ങ പോലെ ബുക്ക് അത് മുമ്പേ പറയണ്ടായിരുന്നു. ബുക്ക് ഉണ്ടാക്കാൻ ഇനി പേപ്പറില്ലാതെ ഞാനിനി എവിടെ പോയി ഒപ്പിക്കും? മരാജന്തുക്കളെ തന്നെ തല്ലിക്കൊല്ല. പക്ഷെ പേപ്പർ കുറച്ച് ടഫാണെന്ന് തോന്നുന്നുണ്ട്. പേപ്പറിനോട് ഇവിടെ ഷുഗർ കെയിൻ നോട്ട്.
കുറച്ച് എത്ര അത്യാവശ്യത്തിന് കിട്ടിയിട്ടുണ്ട്. ഞാൻ കൊല്ലമില്ല താമസേ. ഷുഗർ കെയിൻ ഇതേപോലത്തെ വക്കത്തൊക്കെ ഉണ്ടാവുള്ളൂ. നീ അത് കണ്ടുപിടിക്കലാണ്. ഞാൻ ഷുഗർ കെയിൻ കണ്ടുപിടിച്ചിട്ട് വിളിക്കുകയാണ് ഗൈസ്, അതാ നല്ലത്. എൻചാൻറ്റിക് ടേബിളൊക്കെ ഉണ്ടാക്കി സെറ്റായിട്ടുണ്ട്. എനിക്ക് ഷുഗർ കെയിൻ കിട്ടിയിട്ട് തൊട്ട് കുറച്ചുകൊണ്ട് പോയ ഒരു വില്ലേജ് ഉണ്ട് ഗൈസ്. ഞാൻ അപ്പോൾ അവിടെ വേറൊരു ഡയമണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു, അത് പറിക്കാൻ പോയതാ. എൻചാൻറ്റിക് ടേബിൾ എന്തിനാണ് ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ മറ്റേ ഇതിനാണ് ഗൈസ്, വല്ല ഫോർച്യൂൺ 3 അങ്ങോട്ട് കിട്ടിയെങ്കിൽ അതിട്ടടിക്കാനായിരുന്നു. അപ്പോൾ എൻ്റെ ലെവൽ നോക്കുന്നത് ഇതിൽ ബെയിന ഫാസ്റ്റ് റെസ്പോൺസ് കിട്ടി, മറ്റേതിൽ അൺബ്രേക്കിങ് വന്നു, അത്രയേ കിട്ടിയിട്ടുള്ളൂ. ഇത് വെള്ളം ഒലിച്ചൊലിച്ച് ഇവിടം വരെ വന്നു. ഷീൽഡും കൂടി ഉണ്ടാക്കിയ സെറ്റ് ആകുമായിരുന്നു. നമുക്ക് നേരെ ചെല്ലാം വീട്ടിലോട്ട്. നൈറ്റ് ആവല്ലേ, ഡീപ്പ് ഫ്ലൈറ്റൊക്കെ ഞാൻ തന്നെ വെച്ചോളെ. പുറത്തുനിന്ന് വല്ല സോംബി വരുമ്പോഴേക്കും മഴയാ പാട്ട് റെയിനി ഡേ. ഇപ്പുറത്തുനിന്ന് വല്ല സോംബി കൂടി വരുമ്പോഴേക്കും പോട്ടെ. ഞാൻ റെയിനി ഡേയിൽ നോർമലി ഇപ്പുറത്ത് മഴയില്ല, ഇപ്പുറത്ത് മഴയുണ്ട്. ഇപ്പുറത്ത് മഴ, എൻ്റെ വീടിൻ്റെ അവിടെ മഴ, എൻ്റെ വീടില്ലാത്ത അപ്പുറത്തെ ഭാഗത്ത് മഴയില്ല. പാട്ട നരകം പറയാണ്ടിപ്പോൾ കണ്ട. എൻ്റെ വീടിൻ്റെ അവിടെ മഴ, ഈ ഭാഗത്ത് വലിയ മഴയുണ്ടായിരുന്നു, ഇങ്ങോട്ടേക്കൊക്കെ മഴ അറിയും. പക്ഷെ എൻ്റെ വീട് അപ്പുറത്തേക്ക് കുറച്ചങ്ങോട്ട് ഉണ്ടാക്കി വെച്ചാൽ മതിയായിരുന്നു. വീട് കയറി വരുന്ന ഈ ഭാഗത്താണല്ലോ അല്ലേ. ഓക്കെ ഗൈസ്, അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.